അങ്ങനെ ലാലേട്ടൻ്റെ 66-ാം പിറന്നാൾ പ്രമാണിച്ച് ദൃശ്യം 3 റിലീസായപ്പോൾ നമ്മൾ ലാലേട്ടൻ ഫാൻസ് കൂടി ആവുമ്പോൾ പടം കാണാതിരിക്കുന്നത് എങ്ങനെയാണല്ലേ. അങ്ങനെ ഞാനും പോയി സിനിമ കണ്ടു. അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് തികച്ചും സാധാരണക്കാരൻ്റെ റിവ്യൂ ആണ്, അപ്പോൾ ആ ഒരു സെൻസിൽ നിങ്ങൾ കാണാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് തന്നെ പോകുന്നു. നമ്മുടെ ടൈറ്റിൽ കാർഡ് വരുന്നതിന് മുമ്പ് തന്നെ ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തലുകൾ ആ ഒരു ടൈറ്റിൽ കാർഡിന് മുമ്പായിട്ട് തന്നെ വരുന്നുണ്ട്. അതിനുശേഷം പടം അങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പതുക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തിനു പറയുന്നു, ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഗ് ഫീൽ ചെയ്തു. നമ്മുടെ ഈ പറയുന്ന പോലെ വീട്ടിലെ കാര്യങ്ങളും ഫാമിലി ആയിട്ടുള്ള ഇവരുടെ അടുപ്പവും കാര്യങ്ങളും പിന്നെ ഈ ഒരു പ്രശ്നം അവരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലേ എന്ന് നമുക്ക് സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള കുറച്ച് രംഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ കൂടുതലും അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇൻ്റർവെല്ലിൽ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പടം ഇപ്പോഴും സ്റ്റാർട്ടായിട്ടില്ല എന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം തുടക്കം ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഇൻ്റർവെൽ ആകുമ്പോഴേക്കാണ് ഓക്കെ ഇപ്പോഴാണ് പടം തുടങ്ങാൻ പോകുന്നത് എന്നൊരു സാധനം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇൻ്റർവെല്ല് കഴിഞ്ഞു, നേരെ പടത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറി കഴിഞ്ഞപ്പോഴേക്ക് മൂവ് ആവുന്നുണ്ട് പടം. അത്യാവശ്യം ആ ഒരു ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്തില്ല. എങ്കിൽ പോലും അവിടെയും അത്യാവശ്യം എനിക്ക് സ്ലോ ആയിട്ടാണ് പടം പോകുന്നത്. അത്യാവശ്യം എന്താ പറയുക, വലിച്ച് നീട്ടിയ പോലെ ഒരു ഫീലൊക്കെ കിട്ടി. പക്ഷേ അവസാന 15-20 മിനിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കിടിലനായിരുന്നു. അതായത് ജോർജ് കുട്ടിയെ നമ്മൾ എങ്ങനെ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ കാണാൻ ഇതിൽ സാധിച്ചു. പിന്നെ അവസാനം എന്ന് പറയുന്നത് അത്യാവശ്യം ഡാർക്കായിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും ജോർജ് കുട്ടി ആവുമ്പോൾ അത് ഒരു തരത്തിലും ഒരു പ്രശ്നമില്ല. കാരണം ജോർജ് കുട്ടി അങ്ങനെ ചെയ്യും എന്നൊരു സാധനം കിട്ടും. എല്ലാം പോലെ തന്നെ, അതായത് മുൻപുള്ള പാട്ട് പോലെ തന്നെ ദൃശ്യം 1-ഉം 2-ലും ഒക്കെ ജോർജ് കുട്ടിയല്ലേ അവസാനം ചോദിച്ചത്, ഇതും അങ്ങനെ തന്നെ. പക്ഷെ അവസാനിക്കുന്ന സമയത്ത് 1-ഉം 2-ഉം പോലെ തന്നെ നമുക്ക് അവിടെ ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട്, എത്ര നാൾ ഈ രഹസ്യമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ ക്ലാസിക് ക്രിമിനൽ ആയിട്ടാണ് ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിനെ നമുക്ക് അറിയാവുന്നത്. അത് തന്നെ ഇതിലും കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തന്നെ ദൃശ്യം 3 കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്, ദൈവമേ എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ വയ്യ. ആസ് എ ഒരു എന്താ പറയുക, ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് തന്നെ ഈ ടെൻഷൻ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പോലും വയ്യ. അപ്പോൾ ജോർജ് കുട്ടിയും ഫാമിലിയും എത്ര നാൾ ഈ ടെൻഷനും പേറി ജീവിക്കും എന്നൊരു സ്വാഭാവികമായ സംശയം നമുക്ക് പ്രേക്ഷകർക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തന്നെ ആ ടെൻഷൻ എന്താ പറയുക താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇതുകൊണ്ട് തീരുമോ ഇല്ലയോ എന്നൊരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ജോർജ് കുട്ടിയുടെ ഒരു മാസ് ഡയലോഗ് അടിയുണ്ട്. ആ ഡയലോഗ് അടിയിൽ നമുക്ക് പവർ എന്നൊരു സാധനം കിട്ടുന്നുണ്ട്. അങ്ങനെ പടം അവസാനിക്കുന്ന സമയത്ത് വീണ്ടും എന്താ പറയുക, ജോർജ് കുട്ടിയുടെയും ഫാമിലിയുടെയും ജീവിതത്തിലേക്ക് വീണ്ടും പ്രശ്നങ്ങളുമായി ഈ കൊലക്കേസ് വരുമോ എന്നൊരു സംശയം ബാക്കി വെച്ചിട്ടാണ് നമ്മുടെ പടം അവസാനിക്കുന്നത്. എന്താ പറയുക, ഞാൻ കണ്ട തിയേറ്ററിൻ്റെ ആണോ എന്നറിയില്ല, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. നമ്മുടെ ലാലേട്ടനെ കാണിച്ചപ്പോഴൊക്കെ ആണെങ്കിൽ തന്നെയും ഭയങ്കര ഒരു ഓളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കി 15 മിനിറ്റ്, ഞാൻ പറഞ്ഞ ലാസ്റ്റ് 15 മിനിറ്റിൽ ഭയങ്കരമായിട്ടൊരു ഒരു എനർജി കയറി വരുന്ന പോലെ ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന പോലെ നോർമൽ ഒരു രീതിയിൽ പടം കണ്ടിറങ്ങി ഒരു ആവറേജ് മൂവി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ദൃശ്യം 3 പറയാമെന്നാണ് എൻ്റെ ഒരു ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഇതിനേക്കാൾ നല്ല അഭിപ്രായമുള്ളവരും ഉണ്ടാവാം, മോശം അഭിപ്രായമുള്ളവരും ഉണ്ടാകാം. പക്ഷേ എനിക്ക് പടം അത്യാവശ്യം വർക്കായി, ആ ലാഗ് ഒഴിച്ചാൽ മാത്രം.